ഒരുപക്ഷെ ജനലക്ഷങ്ങൾ അവിടേക്ക് ഹജ്ജിന് വേണ്ടി പോവുകയാണ്. അവിടെയെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. ഒരുപാട് അമ്പിയാക്കന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണാണ് അവിടെ. അവസാനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീണ്ട ജീവിത ചരിത്രത്തിന്റെ വഹീന്റെ നാടാണ് മക്ക. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുമ്പോഴും ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിലെ ബഗ്ദാദിലെ ബാബിലോണിലെ കൽദാൻ എന്നറിയപ്പെടുന്ന വംശത്തിൽ നിന്ന് മക്കയിലേക്ക് വരേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്റെ കുടുംബത്തെയും കൂട്ടി ഫലസ്തീന് വഴി ഇവിടേക്ക് മക്കയിലേക്ക് എത്തിപ്പെട്ട ഒരു ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കഅബാലയത്തിന്റെ അസ്ഥിവാരമിട്ടത് മുൻപ് ഒരുപാട് ചരിത്രങ്ങൾക്ക് മുമ്പാണെങ്കിൽ അതിന്റെ പണികളെല്ലാം ചെയ്ത് പൂർത്തീകരിച്ചൊരു പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ, ആ ഭവനത്തിന്റെ ഖവായിദകൾ അടിത്തറകളെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉയർത്തിക്കിട്ടിയപ്പോൾ മിനൽ ബൈത്തി, ആ ഭവനത്തിൽ നിന്ന് വഇസ്മാഈലു, ഇസ്മാഈലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മേൽനോട്ടം വഹിക്കുന്നു. സഹായിയായിക്കൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ട്. ആ കഅബാലയത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ ഹാജിമാരും പുറപ്പെടുന്നത്. നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. കഅബക്കും കിബിലക്കും എത്ര പ്രാധാന്യമുണ്ട്. മരിച്ചാൽ പോലും കിടത്തുന്നത് ആ കിബിലക്ക് അഭിമുഖമായി കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതകാലത്തും മരിച്ചാലും നമുക്ക് കഅബാലയവുമായുള്ള ബന്ധമാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണല്ലോ ഹാജറ ബീവിയെ, സ്വന്തം ഭാര്യയെ, മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു കുഞ്ഞു ചെറിയ പൈതലിനെ കിട്ടിയപ്പോഴാണ് കൽപ്പന വരുന്നത്. വിജനമായ ആരുമില്ലാത്ത ഒരു പ്രദേശത്ത് തന്റെ ഭാര്യനെയും കുട്ടിയെയും കൊണ്ടുപോയാക്കണം. നമുക്കിതൊക്കെ വെറും ചരിത്രം മാത്രമാണ്. നമുക്കൊരു ത്യാഗമില്ല, നമുക്കൊരു പ്രയാസമില്ല. നമുക്ക് നമ്മുടെ ഭാര്യയും കുട്ടികളും കുടുംബവുമായി സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുക. കുടുംബത്തിനകത്ത് യാതൊരു ഇസ്ലാമീകരണം നമ്മൾ ചിന്തിക്കുന്നില്ല. അള്ളാഹിന്റെ കൽപ്പനകൾ നമ്മൾ മാനിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച വീടിനകത്ത് കുടുംബത്തിനകത്തുള്ള ഇസ്ലാമിക വൽക്കരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. സ്വന്തം ഭാര്യയെയും മകനെയും കൊണ്ടുപോയി ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് താമസിപ്പിക്കണമെന്നാണ് അള്ളാഹിന്റെ കൽപ്പന. വിടാൻ കഴിയില്ല. ആ തീരുമാനത്തിന്റെ മുമ്പിൽ ഹാജറ ബീവിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർ തിരിഞ്ഞു നടക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി. ഏൽപ്പിച്ച ഭാഗത്ത് കൊണ്ടുപോയാക്കി തിരിച്ചു നടക്കാൻ തുടങ്ങി. ആ സമയത്ത് ഹാജറ ബീവി ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, നിങ്ങൾ എങ്ങോട്ടാ തിരിഞ്ഞു നടക്കുന്നത്? ഞങ്ങളെയെല്ലാം ഇവിടെയാക്കിയിട്ട് ഒന്നും മിണ്ടുന്നില്ല, പ്രതികരണം ഒന്നുമില്ല. പിന്നെയും നടന്നു നീങ്ങുന്ന സമയത്ത് ചോദിച്ചു, ഈ നടത്തത്തിന്റെ പിന്നിൽ അല്ലാഹു അമറക ബിഹാദാ, ഇത് നിങ്ങളോട് അല്ലാഹ് കൽപ്പിച്ചിട്ടാണോ ഈ കാര്യം ചെയ്യുന്നത്? നമ്മൾ ചിന്തിക്കുക, ഈ ഒരു പ്രയോഗം, ഇങ്ങനെ ഒരു ഭാര്യ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾ ഈ കാര്യമൊക്കെ ചെയ്യുന്നത് ഇസ്ലാം പറഞ്ഞത് കൊണ്ടാണോ? എങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ ഈ ചെയ്യുന്ന സുന്നത്തുകളൊക്കെ ഇസ്ലാമിലുള്ളതാണോ? എങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ. അല്ലാഹ് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു തലയനക്കം മാത്രം. അതേന്നുള്ള മറുപടി. അപ്പോൾ ഭാര്യന്റെ മറുപടി എന്താ? നിങ്ങൾക്കല്ലെങ്കിലും അള്ളയാണല്ലോ വലുത്, ഞങ്ങളെ ഒന്നും നോക്കണില്ലല്ലോ, ഞങ്ങളെ ഒന്നും ഒരു വിലയില്ലല്ലോ എന്ന് പറഞ്ഞില്ല. മറുപടി, വല്ലാഹി ഇദല്ലയുളയ്യിഅനാ അബദാ, എങ്കിൽ നിങ്ങൾക്ക് പോകാം, അല്ലാഹു ഞങ്ങളെ ഒരിക്കലും കൈവിടൂല. അല്ലാഹ് ഞങ്ങളെ ഒരിക്കലും കൈവിടൂല, നിങ്ങൾക്ക് പോകാം, ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട്. പടച്ചറപ്പിലുള്ള തവക്കുലിന്റെ മഹിതമായ സന്ദേശം പഠിപ്പിക്കുകയാണ് ഹാജറ ബീവി. നമ്മുടെ മുഴുവൻ സഹോദരിമാർക്കും ജീവിതത്തിൽ പാഠമാകാൻ മാത്രമുള്ള നിരവധി അനവധി സംഭവങ്ങളുടെ മാതൃകയാണ് ഹാജറ ബീവിന്റെ ചരിത്രം. അതൊരു പാട്ടിലൂടെ, ഒരു വരിയിലൂടെ, ഈണത്തിലൂടെ പാടിപ്പോയാൽ തീരുന്ന ഒന്നല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി തിരിച്ചു നടന്ന് വീണ്ടും സനിയ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. നടക്കാൻ പോലും പ്രയാസമുള്ള ഏരിയ. സനിയയിലൂടെ അങ്ങനെ നടന്നിങ്ങനെ തിരിഞ്ഞങ്ങ് കാണാമറയത്ത് പോയപ്പോ അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബന്റെ നേർക്ക് തിരിഞ്ഞു.
എവിടുന്ന് എവിടേക്ക് പോയാലും തിരിയുന്നത് കഅബയുടെ നേർക്ക്. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. നോക്കൂ നിങ്ങൾ, റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞാനിതാ എന്റെ സന്താനങ്ങളെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ഏതാ സ്ഥലം? ബിവാദിൻ, ഒരു താഴ്വരയിലാണ്. എന്താ താഴ്വരന്റെ പ്രത്യേകത? ഗൈരി ദീ സറഇൻ, ഒരു പുൽനാമ്പ് മുളക്കാത്ത സ്ഥലമാണ്. ഒരു ചെടി കുറ്റി പൊന്തിയിട്ടില്ല, മനുഷ്യരില്ല, മൃഗങ്ങളില്ല, വെള്ളമില്ല. കുടിക്കാൻ കൊണ്ടുവന്നിരുന്ന ഒരു പാനപാത്രം ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ എന്നാ പറയുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആദ്യം. അതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇൻദ ബൈതികൽ മുഹറം, പരിശുദ്ധമാക്കപ്പെട്ട നിന്റെ ഭവനത്തിന്റെ അടുത്തായി ഞാനിതാ എന്റെ സന്താനങ്ങളെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. എന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ലിയുഖീമുസ്സലാ, പടച്ചവനെ ഞങ്ങളുടെ സന്താനങ്ങളെ നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലേ? ഇസ്മായിലും ഇസ്ഹാക്കും 2 പ്രവാചകന്മാരായി നമസ്കാരത്തിൽ കണിഷ്ഠതയുള്ളവരും പഠിപ്പിക്കുന്നവരായി മാറിയില്ലേ? ഫജഅൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വീ ഇലൈഹിം, ജനങ്ങളുടെ മനസ്സ് അവരിലേക്ക് നീ മാറ്റണേ അല്ലാഹ്. വർസുഖ്ഹും മിനസ് സമറാത്ത്, അവർക്ക് ധാരാളം ഫലവർഗങ്ങൾ നൽകണം അല്ലാഹ്. അവിടെ ചെടില്ല, മരല്ല, വെള്ളല്ല, നിനക്ക് കഴിവുണ്ട് റബ്ബേ. നീ അവർക്ക് റിസ്ക് കൊടുക്കണേ, സമറാത്ത് കൊടുക്കണേ, പഴങ്ങൾ കൊടുക്കണേ. ഏത് പ്രാർത്ഥന സ്വീകരിക്കട്ടെ? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, റബ്ബേ ഈ രാജ്യത്തെ നിർഭയ രാജ്യമാക്കി മാറ്റണേ. അവിടെ ഫലവർഗങ്ങളില്ലേ? ലോകത്തുള്ള ഏത് സാധനം വേണമെങ്കിലും മക്കയിൽ നിന്ന് അവൈലബിൾ ആണ്. ഒരു ഫ്രൂട്ടും ഇല്ലാതിരുന്നൊരു പ്രദേശത്തേക്ക് എങ്ങനെയാണ് ഇത്രയും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അന്നത്തെ ഒരു പ്രാർത്ഥന. ഈ ഏത് രാത്രിയും ഏത് പകലും പുറത്തിറങ്ങി ആണിനും പെണ്ണിനും കുട്ടിക്കും ഇറങ്ങി നടക്കാൻ പറ്റുന്ന നിർഭയത്വ രാജ്യം ഇന്ന് എവിടെയാണത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന എങ്ങനെയാ സ്വീകരിച്ചത്? ഇബ്രാഹിം നബി അതിന് യോഗ്യനായിരുന്നു. എന്ന് നമ്മളൊന്നും പ്രാർത്ഥിച്ചിട്ടാണ് ഏശാത്തത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചില പോരായ്മകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് എന്തൊരു കാര്യം അല്ല പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. ഇന്നി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, എന്ത് പറഞ്ഞാലും അനുസരിച്ചു കൊടുക്കും. നമ്മളോ? നമുക്ക് തരക്കേടില്ല. നമ്മളെ ശരീരത്തിനെ വല്ലാതെ ബാധിക്കണില്ലെങ്കിൽ നമ്മൾ ഓക്കെയാണ്. നമ്മുടെ ശരീരത്തിനോ നമ്മുടെ കുറച്ച് പണം പോണ കേസൊക്കെ ആണെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് ഒളിഞ്ഞു മാറി നിൽക്കും നമ്മൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് എന്തൊരു ബാധ്യതയായി കടമ പറഞ്ഞാലും അതെല്ലാം പൂർത്തിയാക്കുമായിരുന്നു. ഇബ്രാഹിം അല്ലദീ വഫാ, ഏൽപ്പിച്ച ബാധ്യതകൾ കടമകളെല്ലാം പൂർത്തിയാക്കുമായിരുന്നു. ഇബ്രാഹിം ഖലീല, അള്ളാഹ്ക്ക് ഭയങ്കരമായ ആ വിശ്വാസത്തെ, ആ തവക്കുലിനെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട് നല്ലൊരു ചങ്ങാതിയാക്കി സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ചരിത്രത്തിന്റെ ആ പ്രാർത്ഥനയുടെ ഭാഗം നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഹജറ ബീവിയുടെ ചരിത്രത്തിൽ ഈ പാനപാത്രത്തിൽ ഉണ്ടായിരുന്ന വെള്ളം കഴിഞ്ഞുപോയി. ഒരു ഉമ്മാക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് തന്റെ കുഞ്ഞിന്റെ കരച്ചിലാണ്. ഇസ്മായിലിനെ കിടത്തിയിരുന്ന പ്രദേശത്ത് നിന്ന് വെറും ഒരു കരച്ചിൽ മാത്രമാണ്. ഒരു രക്ഷയും കാണുന്നില്ല. കുടിക്കാൻ വെള്ളമില്ല, സഹായിക്കാൻ ഒരു മനുഷ്യനില്ല. 4 വശത്തുകൂടെയും ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഒരു കിതച്ചോടുകയാണ്. എന്തിനു വേണ്ടി? തന്റെ കുഞ്ഞിനൊരു തുള്ളി വെള്ളം കിട്ടണം, തന്റെ കുഞ്ഞിന്റെ കരച്ചിലൊന്ന് മാറ്റി കിട്ടണം. അവിടെയാണ് മലക്കിന്റെ ചിറകിട്ടടിച്ചിരിക്കുന്ന ആ ഭാഗത്ത് സംസമിന്റെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇന്ന് ലോകത്ത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന എല്ലാ മനുഷ്യരോടും നിങ്ങൾക്ക് ആത്മധൈര്യത്തോടെ ചോദിക്കാം, നിങ്ങൾക്ക് സംസമിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? അത് കേവലൊരു വെള്ളാണോ? അതെന്തുകൊണ്ടാ വറ്റാത്തത്? എത്ര വർഷങ്ങൾ അത് കഴിഞ്ഞു? ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംസമുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രത്യേകത വിശദീകരിച്ചു തന്നു. ഒരു കാലഘട്ടം മുഴുവൻ ആ വെള്ളത്തിലേക്ക് ജനങ്ങൾ ആശ്രയിച്ച് കയറി വരാൻ തുടങ്ങി.
പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വരാതെ ആയപ്പോൾ അതിനെ പതിയെ പതിയെ തൂർന്നതുപോലെ അതിനെ ഉപയോഗിക്കാൻ പറ്റാതെ മൂടിക്കിടന്നു കുറെ കാലം. പിന്നീട് ചരിത്രം പറയാണ്, സീറകളിൽ ചരിത്രം എന്ന് കാണാൻ സാധിക്കും, അബ്ദുൽ മുത്തലിബിന്റെ കാലം വന്നപ്പോ അദ്ദേഹമാണ് പിന്നീട് സംസം വീണ്ടും ഒന്നിങ്ങനെ കുഴിച്ചു വൃത്തിയാക്കി ഒന്ന് സൈഡൊക്കെ ഒന്ന് കെട്ടി ഒതുക്കി ലെവലാക്കി. അവർക്ക് കേവലം ഒരു വെള്ളം എന്ന നിലക്ക് അവർ അതിനെ തർത്തീബാക്കാൻ ശ്രമിച്ചു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരാൻ തുടങ്ങിയ നിമിഷം മുതൽ അതൊരു വെള്ളം മാത്രമല്ല, ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം, ഭൂമിയിലെ വെള്ളങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ ശ്രേഷ്ഠമായ വെള്ളം അതാണ്. ഏറ്റവും നല്ല വെള്ളം അതാണ്. ഫീഹി തുആമും മിനത് തുഅമി, കഴിക്കേണ്ടവർക്ക് ഭക്ഷണമായിട്ട് വേണമെങ്കിൽ അത് മതി. വശിഫാഉം മിനസ് സുഖമി, രോഗികളാണെങ്കിൽ രോഗം മാറാൻ മാത്രമുള്ള ഔഷധമായും നിങ്ങൾക്ക് ആ സംസമുണ്ട്. അതിന് സവിശേഷതയില്ല, അതിന് പോരിശയില്ല, അതിന് പ്രത്യേകതയില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ നൂറുകണക്കിന് ഹദീസുകളെ തള്ളി മാറ്റേണ്ടി വരും. അവർ ഇസ്ലാമിന്റെ വഹീനോടുള്ള പുച്ഛം അവരുടെ നെഞ്ചിനകത്ത് കയറ്റി വെക്കേണ്ടി വരും. മാഉ സംസം ലിമാ ശുരിബ അലൈഹി, എന്തൊരു കാര്യത്തിനു വേണ്ടിയാണോ സംസം കുടിക്കുന്നത്, ശിഫക്ക് വേണ്ടിയാണോ അത് കിട്ടും, അത് ദാഹം മാറാനാണോ അത് ലഭിക്കും, ഭക്ഷണമായിട്ടാണോ അത് ലഭിക്കും, അങ്ങനെ അതിന്റെ പോരിശയായി രേഖപ്പെടുത്തുകയാണ്. ആ കിണറിൽ നിന്ന് ഒരു സെക്കൻഡിൽ 18.5 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഡെയിലി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇസ്ലാമിന് ദൈവികതയില്ല, ഇസ്ലാം എന്ന ഒരു മതത്തിന് സവിശേഷതയില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? മക്കയിൽ നിന്നപ്പുറത്ത് 450 കിലോമീറ്റർ അപ്പുറത്ത് മദീന പള്ളിയിലേക്ക് ഒരു ദിവസം 120 ടണ്ണാണ് സംസം അടിച്ചു കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്കത് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഈ നീരുറവ ലോക ചരിത്രത്തിൽ, മക്കയുടെ ചരിത്രത്തിൽ ഇന്നുമുണ്ടല്ലോ. നമുക്ക് ബോധ്യം വേണം, അപ്പോഴേ നമുക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. സഫയും മർവയും കാണുമ്പോ 2 മലകൾ മാത്രാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞു, അല്ല, ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ്, അല്ലാഹുവിന്റെ 2 ചിഹ്നങ്ങളാണ് സഫയും മർവയും. സഫന്റെയും മർവന്റെയും മേലെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ഹദീസ് ഉണ്ടല്ലോ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന 2 മലകളാണ്. അവിടെ വെച്ചുകൊണ്ട് ഹാജിമാര് കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നുള്ള റിപ്പോർട്ടുകൾ അതിനിടയിലുണ്ടല്ലോ. ആ സഫാ കുന്നിന്റെ മുകളിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തുകയാണ്. എന്തിനാ? നിങ്ങൾ കുടുംബക്കാരെ മുഴുവൻ വിളിച്ച് താക്കീത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ വിളിക്കാൻ കുറച്ച് ഉയരം കൂടിയ സ്ഥലം എന്ന നിലക്ക് സഫന്റെ മുകളിൽ നബി തങ്ങൾ കയറി നിന്നു. എന്നിട്ട് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന്റെ മഹത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവിടെ നിന്നാണ് തന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യത്തെ അപശബ്ദം പൊക്കി പുറപ്പെട്ടു. തബ്ബൻ ലക യാ മുഹമ്മദ്. അബൂലഹബ് കൈകൾ ഉയർത്തി പറഞ്ഞു, ഇമാതിരി സംസാരം വേണ്ട, താങ്കൾക്ക് ക്ഷാപമുണ്ടാകട്ടെ, നശിക്കട്ടെ, തുലയട്ടെ എന്ന് പ്രാർത്ഥിച്ചു അബൂലഹബ്. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി തിരിച്ചടിച്ചു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ 2 കരങ്ങളും നശിക്കട്ടെ. അബൂലഹബിന്റെ മരണമൊക്കെ ഒന്ന് വായിക്കണം നമ്മൾ. ചിഞ്ഞു നാറിയ മൃതശരീരത്തിന്റെ അവസ്ഥ ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. ശാപം ലഭിക്കുക, ശപിക്കണം. ഇന്നും ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ആ പ്രയോഗം അതുപോലെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുക. സഫക്കും മർവക്കും ഒരുപാട് ചരിത്രം പറയാനുണ്ട് എന്നാ പറഞ്ഞത്. മക്കയിലെ ജീവിത കാലഘട്ടത്തിലൂടെ 13 കൊല്ലക്കാലം നബിതങ്ങൾ ജീവിച്ച വഹി മുഴുവൻ ലഭിച്ചതാം ആ 13 കൊല്ലം മക്കയുടെ മണ്ണിലായിരുന്നുവല്ലോ. മസ്ജിദുൽ ഹറം എന്ന ലോകത്തെ ഏറ്റവും ഒന്നാമത്തെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മഹത്വം നിറഞ്ഞ മസ്ജിദുൽ ഹറം ആ മക്കയിലാണല്ലോ. അവിടുന്ന് നബിതങ്ങൾക്ക് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. ചരിത്രം വിശദീകരിക്കുകയാണ്. നബിതങ്ങൾ കരഞ്ഞുകൊണ്ട്, തേങ്ങി ഒലിച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. നമുക്ക് വീട് വിട്ടിറങ്ങേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് ശരീരത്തിൽ മുറിവുണ്ടായിട്ടുണ്ടോ? ഗസയിലും ഫലസ്തീനിന്റെ പരിസരങ്ങളിലും ഒക്കെ നോക്കൂ നിങ്ങൾ. ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ദുരന്ത കൊയ്ത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കേവലം അതൊക്കെ വീഡിയോകളും ചിത്രങ്ങളും വാർത്തകളും മാത്രമാണ്.
സഹോദരങ്ങളെ, നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മക്കയുടെ സ്വന്തം ജന്മഭൂമി, സ്വന്തം കുടുംബം, നാട്, തറവാട് എല്ലാമുള്ള നാട്ടിൽ നിന്ന്, മക്കയിൽ നിന്ന് നബിക്ക് പടിയിറങ്ങി മദീനയിലേക്ക് പോകേണ്ട അവസ്ഥ വന്നപ്പോ പറയാ, വല്ലാഹി ഇന്നകിൽ ഖൈറു അർളില്ലാ, ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ സ്ഥലം മക്ക നീയാണ്. വഹബ്ബു അർളില്ലാ ഇലല്ലാ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് മക്കയാണ്. വലൗലാ അന്നീ ഉഖ്രിജ്തു മിൻകി, ഈ നാട്ടുകാരി എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മാ ഖറജ്തു, ഞാൻ ഇവിടുന്ന് പോകൂലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല ഇവിടുന്ന് പോകാൻ, ഞാൻ ഇവിടുന്ന് പുറത്തു പോകില്ലായിരുന്നു ഈ നാട്ടുകാർ എന്നോട് ചെയ്ത ക്രൂരതയില്ലായിരുന്നുവെങ്കിൽ. വിശുദ്ധ ഖുർആൻ പറയാ, അത് കേവലം കുറച്ചു നാളുകൾ കൊണ്ടുണ്ടായതല്ല. ഭൂമിയുടെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ മക്കൾക്കും അതിന്റെ കഅബയുടേതായ അസ്തിത്വത്തിനുമൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. സൂറത്തു നംലിൽ കാണാം, ഇന്നമാ ഉമിർതു, തീർച്ചയായും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അന്നഅബുദ റബ്ബ ഹാദിഹിൽ ബൽദ, ഈ രാജ്യത്തിന്റെ റബ്ബായ അല്ലാഹനെ ആരാധിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ആ രാജ്യം എന്നുണ്ടോ അന്ന് മുതൽ, അല്ലദീ ഹറമഹാ, രാജ്യത്തെ അവനാണ് ഹറമ, പവിത്രമാക്കിയത് അവനാണല്ലോ. വലഹു കുല്ലു ശൈ, അവനാണ് എല്ലാ വസ്തുക്കളും ഉള്ളത്, അല്ലാഹുവിന്റെയാണ്. വഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അന്നകൂന മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ പെടണം. ആ കഅബാലയത്തിന്റെ റബ്ബിനെ ആരാധിക്കണം, ആ മക്കയുടെ റബ്ബിനെ ആരാധിക്കണം എന്ന കൽപ്പന എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വിവിധങ്ങളായ പേരുകൾ കാണുന്നിടത്ത് കാണാൻ സാധിക്കും. ഉമ്മുൽ ഖുറ എന്ന പേര് മക്കൾക്കുണ്ട്, ബക്ക എന്ന പേരുണ്ട്, ഖുറ എന്ന പേര് വിളിച്ചിട്ടുണ്ട്, ബലദൻ ആമിൻ, 8-10 വിശേഷണങ്ങൾ ആ രാജ്യത്തിന്റെ സവിശേഷത കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ മക്കയോടും അതിന്റെ ചരിത്രത്തിനോടും ഒരു ബഹുമാനം, കഅബയോടും സംസമിനോടും ഒരു പവിത്രതയും അതിന്റെ പരിശുദ്ധി, മസ്ജിദുൽ ഹറമിനോട് അതിൻ്റെതായ ആ ഒരു വില കൂട്ടിക്കാണിക്കുന്ന ഒരു ചിന്താഗതി, അവിടേക്ക് എത്തിപ്പെടണമെന്നൊരു മനസ്സിന്റെ മോഹം, ഹജ്ജായും ഉംറയായും നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ നമ്മുടെ ഒരു പങ്കാളിത്തം, അങ്ങനെയെല്ലാം നമ്മൾ ആ ചരിത്രത്തിന്റെ ഭാഗങ്ങളെ വിലയിരുത്താനും പഠിക്കാനും പടച്ചറബ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെ ഇഷ്ടപ്പെടാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് ഏറ്റവും വേഗത്തിലും ഏറ്റവും സൗകര്യത്തിലും പടച്ചറബിന്റെ നന്മകളിലേക്ക് മുന്നോട്ട് പോകാനുള്ള ആഫിയത്ത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.